ഹലോ ഗൈസ്, എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം. 1-2 ദിവസമായിട്ട് നമ്മളെടുത്ത കുറച്ച് സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട്. അതൊന്ന് കമ്പൈൻ ചെയ്ത് കാണിക്കണം കേട്ടോ. ബ്രാവോയുടെ ഹമ്മർ, ബേബി പോയിസൺ തുടങ്ങിയ ഫ്രോഗ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടെ വന്നായിരുന്നു നമ്മളൊന്നും ചെറുത്. ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ റീലിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് റെഡിയാക്കി എടുക്കണം. ഓ ശരി. ഇരിക്കത്തില്ലടാ, അതെ ഫ്രോഗ് ചെറുതാണ്ടാ, ഇതിൽ കയറത്തില്ല, വാഹ നിൽക്കത്തില്ല. തീരെ ചെറിയ മീനെയൊക്കെ നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ചെറുമീനാണ്. അതിൻ്റെ പാറ്റേൺ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ലുക്കുണ്ട് സാധനത്തിന്. സ്ട്രൈക്ക് കിട്ടിയ ഓ പൊളി സാർ. എടുത്തു എൻ്റെ പൊന്നെ, ലൂറിരിക്കുന്നുണ്ട്. ലൂറ് അടിപൊളി. ഓക്കെ, മീൻ അടിച്ചത് മാറിപ്പോയി. നമ്മുടെ ബ്രോ അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊളിച്ചോണ്ടിരിക്കണം കേട്ടോ. നല്ല സൈസുള്ള മീൻ. ഗൈസ്, നമ്മളെ ഫ്രോഗിനെ പാമ്പ് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. പാവം പാമ്പിനെ കണ്ട് ഓടുകയാണ് കേട്ടോ. ഈ ഏരിയയിൽ ഒരു പ്രശ്നം ഇതാണ്, മീനിനേക്കാളും കൂടുതൽ നമ്മുടെ ഫ്രോഗിനെ പിടിക്കാൻ നോക്കുന്നത് നീർക്കോലി അല്ലെങ്കിൽ പുളവനായിരിക്കും. വല്ല കാര്യമുണ്ടോ നോക്കി. അവന് വിടാനുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. കണ്ടാ പാമ്പിനെ? വേണോ എനക്ക്? കണ്ടാൽ തോന്നും പാവം ഹുക്കിൽ തറച്ച് തൂങ്ങി കിടക്കുകയാണെന്ന്. പക്ഷേ ഇവൻ അഹങ്കാരം കൊണ്ട് കടിച്ച് പിടിച്ചേക്കാണ് കേട്ടോ ഫ്രോഗിനെ. ഇവൻ വിടുന്ന ഒരു ലക്ഷണവുമില്ല. ഇവന് ഫ്രോഗി കടിച്ചിട്ട് പോലും ഇത് പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലായാലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ പയ്യൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ 2 ചെറുമീനും കൂടെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, ഇത് വേറൊരു ഫിഷിംഗ് സ്പോട്ടാണ്. കറക്റ്റ് മീനടിച്ച ടൈമിൽ തന്നെ ഒരു കോള് വന്നു. അപ്പോൾ അതിലെ പാട്ട് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ വോയിസ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. യെസ് മാൻ. ഗൈസ്, ഈ ഫ്രോഗിൻ്റെ ഹുക്കപ്പ് ഉണ്ടോ? നമുക്കിട്ടിരിക്കുന്ന ചെയറാണ് സെറ്റ് സാധനം. നാടനാണ് ഗൈസ്, നാടൻ.
ചോയ്സ്. വായുവാ കണ്ടില്ലേ, നല്ല സെറ്റ് ഒരു ചെയർ കണ്ടില്ലേ. ഒരു കാറ്റർപില്ലറിൻ്റെ ആകൃതിയിലുള്ള ബ്രാവോയുടെ ജംബോ എന്ന് പറയുന്ന ഫ്രോഗ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പയറ്റി വെക്കാൻ പോകണം കേട്ടോ. നാടൻ ഫ്രോ കൊള്ളാം കേട്ടോ. പൊന്നെ അതിന് ബാലിനെ ഇറക്കി ചെറിയ ചെറിയ മീനൊക്കെ അങ്ങോട്ട് പോകും. ഗൈസ്, നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്ന വഴി ഒരു ഓടയുണ്ട്. ആ ഓടയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ശുദ്ധമായ വെള്ളമാണ്. മാത്രമല്ല അതിൽ കിടക്കുന്നതെല്ലാം സാരി ഗപ്പി എന്നൊക്കെ ചെല്ലപ്പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഗപ്പി മത്സ്യങ്ങളാണ്. ആ വീഡിയോ എടുത്ത് നേരെ വാ. റെഡ് ഉണ്ട്, മഞ്ഞയുണ്ട്, ചോപ്പുണ്ട്, പച്ചയുണ്ട്, എല്ലാം ഉണ്ട്. മുതുക് കെട്ടിയണോ വേണ്ട അതുകൊണ്ട് അതാണ്ടോ ഇതാ വലിയ കപ്പിക്കുന്നുണ്ടോ റെഡ്. ഒരു ലോഡ് അവിടെ താഴെ ഇതിന് വഴി ആറ്റി ബ്രാലടിക്കും. ബ്രാല് കയറണമെങ്കിൽ അപ്പം അടിച്ചപ്പത്ത് എല്ലാ വെള്ളം റെഡിന്റെ വെണ്ണ നിൽക്കുന്ന കുറേ നിൽക്കാൻ പോലെ ഉണ്ട് കപ്പീസ്. വലിയ ഒന്നാമത്തെ കാര്യം നോക്കണ്ട എങ്ങനെയുണ്ടെണ്ണ സൂര്യണ്ണ എങ്ങനെയുണ്ട് മീൻ? സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.